ഇതേ ആ കാണുന്ന നയാര പെട്രോൾ പമ്പിന് തൊട്ടരികത്തായിട്ട് മെയിൻ റോഡ് അരികത്താണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ നയാര പെട്രോൾ പമ്പ് എല്ലായിടത്തും ഉണ്ടാകത്തില്ല. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തച്ചോട്ടുകാവ് നിന്ന് അന്തിയൂർക്കോണം പോകുന്ന ആ ഒരു മെയിൻ റോഡ് അരികത്താണ്. നമുക്ക് മൂങ്ങോട് വഴി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നയാര പെട്രോൾ പമ്പിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ കാണുന്ന പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇതിൽ മുൻവശത്തെ പ്ലോട്ടുകൾ ഓൾറെഡി സെയിലായി. നമുക്ക് പിൻവശത്തായിട്ട് 4 പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരും 5 സെൻറ്റ് ആ ഒരു റേഞ്ചിൽ വരുന്ന 5 സെൻറ്റിന് മേളിലോട്ട് ചെറിയ രീതിയിൽ കുറച്ച് കൂടുതലുണ്ടാവും. അങ്ങനെ വരുന്ന പ്ലോട്ടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. മെയിൻ റോഡ് അരികത്ത് ബസ് റൂട്ട് അരികത്തുള്ള പ്രോപ്പർട്ടിയാണ്. മിസ്സാക്കല്ല, നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ് വരുന്നത് 4.5 മീറ്റർ വിട്ടിനാണ് നമുക്ക് ഈ ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലുള്ള പ്ലോട്ട് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട്, RCC വാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പിൻവശത്തായിട്ട് നമുക്കൊരു പാറയാണ് കണ്ടോ. ആ പാറ അവിടെ വന്നങ്ങ് എൻഡ് ആവുകയാണ്. അതിനുശേഷമാണ് നമുക്ക് അടുത്ത പ്ലോട്ടുകൾ വരുന്നത്. അവിടെ നമുക്കിങ്ങനെ ഒരു മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പാറയുടെ കുറച്ച് ഭാഗവും കൂടെ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പിൻവശത്ത് ഏറ്റവും മേളിലത്തെ 2 പ്ലോട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മതിലിനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ നമ്മുടെ സൈഡിൽ ആ ഒരു പാറയിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒരു സൈഡിൽ ആ പാറ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റി. എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയയാണ്. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ഐഡിയ ആയിട്ട് തോന്നണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഈ കാണുന്ന പ്ലോട്ട് അവൈലബിളാണ്, ഇത് അവൈലബിളാണ്. മേളിൽ കാണുന്ന 2 പ്ലോട്ടുകളുണ്ട്. നമുക്കിത് പെർസെൻറ്റ് റേറ്റ് വരുന്നത് ഈ താഴത്തെ പ്ലോട്ടൊക്കെ ആണെങ്കിൽ സെൻറ്റിന് 6.5 ലക്ഷം രൂപയും മേളിലത്തെ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് 5.5 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നമുക്ക് തച്ചോട്ടുകാവ് ജംഗ്ഷൻ എന്ന പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3-3.25 കിലോമീറ്റർ അത്ര വരും. ഈ നയാര പമ്പ് നോക്കി വന്നാൽ മതി. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇടതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി. നമുക്കിവിടുന്ന് മലയൻകീഴ് പെട്ടെന്ന് കയറാം. മലയൻകീഴ് മാധവകവി ഗവൺമെൻറ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് എത്താൻ സാധിക്കും. അന്തിയൂർക്കോണം പോയി അവിടെ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കാട്ടാക്കട പോവാം. കാട്ടാക്കട നെയ്യാർമിഡ് സിറ്റി ആ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ വിസിനിറ്റിയിൽ വരുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ആ രീതിയിലാണ് അക്സസിബിലിറ്റി ഉള്ളത്. മെയിൻ റോഡ് അരികത്ത് കാണുന്ന പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ, വേഗം തന്നെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ വേറൊരു വികസന സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗ് റോഡ് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലാണ് റിംഗ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മലയൻകീഴ് ജംഗ്ഷൻ അല്ലെങ്കിൽ മലയൻകീഴ് തച്ചോട്ടുകാവ് തുടങ്ങിയ ഏരിയ എല്ലാം അതിൻ്റെ ഒരു ടൗൺഷിപ്പിനകത്ത് ഉൾപ്പെടുന്ന രീതിയിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് ഡെവലപ്മെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു ഡെവലപ്മെൻറ്റ് ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നല്ല രീതിയിലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൽ നിങ്ങൾ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്ന പോലെ പക്കാ കരഭൂമിയാണ്. പിന്നെ ബാക്കിൽ പാറ കാണുന്നതുകൊണ്ട് വെള്ളമില്ല അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഈ വീട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ വീട് തൊട്ടടുത്തായിട്ട് കാണുന്ന വീട് കണ്ടോ, അവിടെ എല്ലാം കിണർ ഒഴിച്ച് കിണറ്റ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന അടിപൊളിയൊരു ലൊക്കേഷനാണ്.